Hi students, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്ക് എനർജി തിയറം വരെയുള്ള പോർഷൻസ് ആണ്. ഓക്കെ, എന്താണ് കൈനറ്റിക് എനർജി, വർക്ക് എനർജി തിയറം എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്നുള്ള കേസ് നമുക്ക് നോക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി PE എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി പോസസ്ഡ് ബൈ ദ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഒരു ബോഡി അതിന്റെ പൊസിഷൻ കൊണ്ട് ആർജിക്കുന്ന എനർജിയാണ് എന്തെന്ന് പറയാം, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം mgh ആണ്. ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ബോഡി, ഓക്കെ, ബോഡി ഓഫ് മാസ് m വിച്ച് ഈസ് ഓൺ ദ ഗ്രൗണ്ടിലാണ് ഈ ബോഡി ഇപ്പൊ ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ബോഡിയെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഉയർത്തണം, അല്ലെ, ഡിസ്പ്ലേസ് ചെയ്യിക്കണം. അപ്പൊ ഇവിടെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ട്, ഓക്കെ, ഒരു പൊസിഷൻ ഉണ്ട്. ഈ ബോഡിയെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കണം. ഓക്കെ, എം മാസ് ഉള്ള ഒരു ബോഡിയെ ഗ്രൗണ്ടിൽ നിന്ന്, അല്ലെ, ഗ്രൗണ്ടിൽ നിന്ന് ഇത്രയും ഹൈറ്റിലേക്ക്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, h ഹൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഉയർത്തി വെക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ വർക്ക് ഡൺ എങ്ങനെ എഴുതാം, നമുക്ക് വർക്ക് ഡൺ ഈക്വൽ ടു വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അറിയാം, ഗ്രൗണ്ടിൽ നിന്ന് h ഹൈറ്റ് മേളിലേക്കാണ്, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് d ഇസ് ഈക്വൽ ടു h ആണ്. ഇനി വാട്ട് അബൌട്ട് ദ ഫോഴ്സ് നീഡഡ്, എത്ര ഫോഴ്സ് കൊടുക്കണം ഈ ബോഡിയെ ഈ ഹൈറ്റിലേക്ക് ഉയർത്താൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് അറിയാവുന്നതാണ്, ഒരു ബോഡി എന്ത് ചെയ്യാണ്, ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ എന്ത് വരും, അതിന്റെ വെയിറ്റ് എപ്പോഴും എങ്ങോട്ടായിരിക്കും, താഴേക്ക്. mg ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തോരം ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും, ഈ വെയിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ബോഡിയെ ഉയർത്തി നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഈ വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് ഇക്വലന്റ് ആവണം. ഇക്വലന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മേളിലേക്ക് ഉയർത്തി വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇക്വലന്റ് ആവാം, അതിൽ കൂടുതലാവാം, പക്ഷെ മിനിമം എമൗണ്ട് ഓഫ് ഫോഴ്സ് ദാറ്റ് ഈസ് നീഡഡ് ടു, അല്ലെ, മിനിമം ഫോഴ്സ് എത്ര വേണം, h ഹൈറ്റ് മേളിലേക്ക് ഉയർത്താൻ ആവശ്യമായ മിനിമം ഫോഴ്സ് എന്ന് പറയുന്നത് F ഇസ് ഈക്വൽ ടു mg ആണ്, വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് ഇക്വലന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, F ന് പകരം mg into displacement is equal to h. Okay, അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്തായി, പൊട്ടൻഷ്യൽ എനർജി is equal to mgh. ഓക്കെ, അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ എന്തായി, വർക്ക് ഡൺ is equal to mgh. ഓക്കെ, ആ വർക്ക് ആണ് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുക, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഏത് എനർജി ആയിട്ട്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ വർക്ക് ഡൺ വിച്ച് is stored as potential energy. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും, mgh. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അടുത്തത് നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് നോക്കാം. കൺസർവേഷൻ ഓഫ് എനർജിയിൽ പറയുന്ന എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. എനർജിയെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജിയെ പൊട്ടൻഷ്യൽ എനർജി ആക്കി മാറ്റാം, പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആക്കി മാറ്റാം, ലൈറ്റ് എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റാം, ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആക്കി മാറ്റാം. അങ്ങനെ എന്ത് ചെയ്യാം, എനർജിയെ എന്ത് ചെയ്യാം, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഓക്കെ, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, ബട്ട് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അതാണ് എന്തെന്ന് പറയാ, കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, കൺസർവേഷൻ ഓഫ് എനർജി ഒന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബോൾ, അല്ലെ,
h ഹൈറ്റില് ഗ്രൗണ്ടിൽ നിന്ന് h ഹൈറ്റില് ഇവിടെ ഒരു പൊസിഷൻ ഉണ്ട്. ആ എ എന്ന് പറയുന്ന പൊസിഷനില് ഈ ബോഡി ഓഫ് മാസ് എം മാസ് ഉള്ള ഒരു ബോഡിയെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന പൊസിഷൻ. ഓക്കെ, ഗ്രൗണ്ടിൽ നിന്നും ഈ ബോഡിയുടെ ഹൈറ്റ് അല്ലെ h ഹൈറ്റിലാണ് ഈ ബോഡി. h ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബോഡി ഫ്രം ദ ഗ്രൗണ്ട്. ഓക്കെ, അപ്പോ ആ ബോഡി അല്ലെ അറ്റ് ദ പോയിന്റ് എ എന്ന് പറയുന്ന പൊസിഷനില് ആ ബോഡി പൊസസ് ചെയ്യുന്ന എനർജി ഏതായിരിക്കാം അല്ലെ? h ഹൈറ്റ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു PE എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു mg into h. ഓക്കെ, ഇനി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എങ്ങനെ വരാം? ഈ ഒരു പൊസിഷനിൽ ആ ബോഡി വെച്ചിരിക്കുകയാണ്, ആ ബോഡിക്ക് അനക്കമില്ല അല്ലെ, അവിടെ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും എങ്ങനെയാണ്? 0 ആണ്. വെലോസിറ്റി 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് mv² എന്തായിട്ട് വരും? 0 ആണ്. അപ്പൊ നമുക്ക് എഴുതാം at A അല്ലെ, at A ടോട്ടൽ എനർജി at A is equal to TE എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി at A is equal to kinetic energy plus potential energy that is equal to 0 plus mgh. That's equal to mgh. അപ്പൊ ടോട്ടൽ എനർജി at the point A is equal to എന്താണ്? mgh ആണ്. ഓക്കെ ആണല്ലോ? എന്ന് പറയുന്ന പൊസിഷനിൽ ആ ബോഡി ഇരിക്കുമ്പോൾ അതിനുള്ള എനർജി ടോട്ടൽ എനർജി is equal to mgh ആണ്. ഓക്കെ, ഇനി ആ ബോഡി അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ അതെന്ത് ചെയ്തു? ഈ ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി. ഓക്കെ, ബോഡി ഈസ് അറ്റ് ദ പൊസിഷൻ ബി. ഈ എം മാസ് ഉള്ള ബോഡി ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ എത്തി അല്ലെ, ഇവിടെ എത്തി. ആ ഒരു പോയിന്റില് അതിന്റെ ടോട്ടൽ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ മേളിൽ നിന്ന് അല്ലെ ഈ എയിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാണ്. ഓക്കെ, മേളിൽ നിന്ന് അല്ലെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ആ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്. എപ്പോഴും ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ്. ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എത്രയായിട്ട് വരും? ബി എന്ന് പറയുന്ന പൊസിഷനിലേക്കുള്ള ഹൈറ്റ് എത്രയായിട്ട് എടുക്കാം? h മൈനസ് എക്സ് അല്ലെ. h ഹൈറ്റ് ആണ് നമ്മൾ ഇനിഷ്യൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്. അപ്പൊ റിമൈനിങ് ഹൈറ്റ് എത്രയായിട്ട് എടുക്കാം? h മൈനസ് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ് ബി, ഓക്കെ, അറ്റ് ബി what about the potential energy? Potential energy is equal to അല്ലെ h minus x height ഉണ്ട്. അപ്പോ mg into h minus x is the potential energy. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയിലെ ഹൈറ്റ് എപ്പോഴും മെഷർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്നാണ് ഹൈറ്റ് മെഷർ ചെയ്യുക. അപ്പോ mg into h minus x അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് അവിടുത്തെ കൈനറ്റിക് എനർജി ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇവിടെ എത്തുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിച്ചാലേ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലെ ഇക്വേഷൻ ഏതാണ്? v² is equal to കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. v² is equal to u² plus 2 into ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആക്സിലറേഷൻ a is equal to g ആണ് അല്ലെ. 2as എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുക. അപ്പോ a is equal to ഇവിടെ എന്ത് വരും? ഡ്രോപ്പ് ചെയ്യുന്ന ബോഡിയുടെ കേസിൽ ആക്സിലറേഷൻ a is equal to g ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ സംഭവിച്ചിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് is equal to x. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? x ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. v² equal to ഇനിഷ്യൽ വെലോസിറ്റി അല്ലെ. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇവിടുത്തെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ വെലോസിറ്റി 0 പ്ലസ് 2 into g into x. ഓക്കെ,
അപ്പൊ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gx എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി എഴുതാം. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനില് ഹാഫ് ഇൻറ്റു m ഇൻറ്റു വി സ്ക്വയർ, വി സ്ക്വയറിന് പകരം എന്ത് എഴുതാം? 2gx. ഓക്കെ, 2 ഇൻറ്റു g ഇൻറ്റു x. 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പൊ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എന്ത് വന്നു? mg ഇൻറ്റു x. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു mg ഇൻറ്റു h മൈനസ് x. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു mgx എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ എനർജി അല്ലെ? ടോട്ടൽ എനർജി അറ്റ് ബി ആണ് നമുക്കിനി എഴുതേണ്ടത്. അപ്പൊ ഈ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജി അറിയാം. ടോട്ടൽ എനർജി ഞാൻ മേലിലേക്ക് എടുത്ത് എഴുതാണ്. ടോട്ടൽ എനർജി അറ്റ് ബി ഈക്വൽ ടു, ടോട്ടൽ എനർജി അറ്റ് ബി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ബി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. ഓക്കെ, that is equal to kinetic energy is equal to mgx plus potential energy is equal to, നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം, mgh മൈനസ് mgx അല്ലെ? mgh ഉണ്ട് മൈനസ് mgx ഉണ്ട്. mg കോമൺ ആണ് hനും x നും. ഓക്കെ, mgx. ഇവിടെ നിന്ന് നമുക്ക് mgx മൈനസ് mgx ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? mgh എന്ന് വന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജി അറ്റ് ബി ഈസ് ഈക്വൽ ടു എന്തായിട്ട് വന്നു? mgh. ടോട്ടൽ എനർജി അറ്റ് എ എത്രയായിരുന്നു? mgh തന്നെയായിരുന്നു. ടോട്ടൽ എനർജി അറ്റ് ബി എന്ത് തന്നെയാണ്? mgh. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടോട്ടൽ എനർജി എ എന്ന് പറയുന്ന പൊസിഷനിലെ ടോട്ടൽ എനർജി mgh ആയിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ടോട്ടൽ എനർജി അറ്റ് ബി ഈസ് ഈക്വൽ ടു, ബിയിലെ ടോട്ടൽ എനർജി അത് എത്ര തന്നെയാണ്? mgh. ഓക്കെ, ഇനി ആ ബോഡി എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നും താഴേക്ക് വന്നു. താഴേക്ക് വന്ന് അതെന്ത് എവിടെ എത്തി? ഗ്രൗണ്ടിലെത്തി. ഓക്കെ, ഗ്രൗണ്ടിലെത്തി. ആ സി എന്ന് പറയുന്ന പൊസിഷനിലെത്തി. എം മാസ് ഉള്ള ബോഡി സി എന്ന് പറയുന്ന പൊസിഷനിലെത്തുമ്പോ അതിന്റെ ടോട്ടൽ എനർജി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അറ്റ് സി അല്ലെ? അറ്റ് സി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, പൊട്ടൻഷ്യൽ എനർജി ആദ്യം എഴുതാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു അറ്റ് സിയിൽ എത്തിയപ്പോ എന്തുവരും? ബോഡിയുടെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എത്രയായിരിക്കും? ഇപ്പൊ ബോഡി ഗ്രൗണ്ടിലാണ്, അതുകൊണ്ട് ഹൈറ്റ് എത്രയാണ്? 0 ആണ്. ഹൈറ്റ് 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി mgh എന്തായിട്ട് വന്നു? mgh ഇസ് ഈക്വൽ ടു 0. ഹൈറ്റ് 0 ആണ്, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി നമുക്കറിയണം കൈനറ്റിക് എനർജി എത്രയാണ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് mv സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് അതിന്റെ വെലോസിറ്റി v ഡാഷ് ആയിട്ട് എടുക്കാം. അപ്പൊ ആ v ഡാഷ് എന്ന് പറയുന്ന വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഹാഫ് mv ഡാഷ് സ്ക്വയർ ആണ് അവിടുത്തെ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ v ഡാഷ് കണ്ടുപിടിച്ച് അവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യും. v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു s. ഓക്കെ, അപ്പൊ v ഡാഷ് സ്ക്വയർ ഈക്വൽ ടു, v ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ വെലോസിറ്റി അല്ലേ അറിയേണ്ടത്? അപ്പൊ v ഡാഷ് സ്ക്വയർ ഈക്വൽ ടു u, ഇനിഷ്യൽ വെലോസിറ്റി അല്ലെ? ബോഡി ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന ഈ ഹൈറ്റിൽ നിന്നാണ്. അപ്പൊ എന്തുവരും? ഇനിഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് ടേക്കൻ ആസ് 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു, ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എക്ക് പകരം g കൊടുക്കാം. ഇനി ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? എയിൽ നിന്ന് ഗ്രൗണ്ട് വരെ എത്തി, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? h ആണ്. അപ്പൊ s ന് പകരം എന്ത് കൊടുത്തു? s ഇസ് ഈക്വൽ ടു h. ഓക്കെ, അപ്പൊ v ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, v ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു v ഡാഷ് സ്ക്വയറിന് പകരം എന്ത് എഴുതാം? 2gh, 2g ഇൻറ്റു h. 2 ക്യാൻസൽ ചെയ്തു, ബാക്കി എന്തായിട്ട് വരും? ദാറ്റ്സ് ഈക്വൽ ടു mgh. അപ്പൊ കൈനറ്റിക് എനർജി എത്രയാണ്? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു mgh. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി mgh ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എങ്ങനെ എഴുതാം?
total energy at C is equal to kinetic energy at C plus potential energy at C. Kinetic energy at C is equal to mgh. Okay, mgh plus potential energy at C is equal to 0. Okay, appo total energy എത്രയായിട്ട് വരും mg into h. Okay, appo C എന്ന് പറയുന്ന പോയിന്റിലും ടോട്ടൽ എനർജി എത്രയാണ്? Total energy is equal to total energy at C is equal to mgh. Okay, അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിലും B എന്ന് പറയുന്ന പോയിന്റിലും C എന്ന് പറയുന്ന പോയിന്റിലും ടോട്ടൽ എനർജി എത്ര തന്നെയാണ് കിട്ടിയിരിക്കുന്നത്? mgh ആണ്. എന്ന് പറഞ്ഞാൽ എനർജി എല്ലായിടത്തും എങ്ങനെയാണ്? കൺസേർവ്ഡ് ആണ് അല്ലെ? എനർജി at A is equal to total energy at B is equal to total energy at C. എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? എനർജി ഈസ് കൺസേർവ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. കൺസർവേഷൻ ഓഫ് എനർജിയില് ടോട്ടൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കേസ് എടുക്കുക. ഓരോ പോയിന്റിലും കൈനറ്റിക് എനർജി എത്രയാന്ന് നോക്കുക, പൊട്ടൻഷ്യൽ എനർജി എത്രയാന്ന് എടുക്കുക. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെ, ഇക്വേഷൻ ഓഫ് മോഷനിലെ v square is equal to u square plus 2as എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഡ്രോപ്പ് ചെയ്യാണ്, ബോഡി മേലിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. അപ്പൊ ആക്സിലറേഷൻ a is equal to g ആണ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് അതിനനുസരിച്ച് നോക്കി എഴുതണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കഴിയുമ്പോൾ നമുക്ക് എല്ലാ പോയിന്റിലെയും എനർജി ഈക്വൽ ആണെന്ന് കിട്ടും. ഓക്കെ, അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പവറിനെ ബേസ് ചെയ്തിട്ടാണ്. പവർ എന്ന് പറയുമ്പോൾ rate of doing work. Okay, rate of doing work. Okay, rate of doing വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പവർ എന്ന് പറയുന്നത്. പവറിന്റെ അല്ലെ, വർക്കിന്റെ നിരക്കാണ് എന്തെന്ന് പറയാ? പവർ. ഓക്കെ, വർക്ക് ചെയ്യുന്ന. ഓക്കെ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് നോൺ ആസ് പവർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, power P is equal to work divided by time. Okay, power is equal to എന്തായിട്ട് എഴുതാം? work by time എന്ന് എഴുതാം, അല്ലെങ്കിൽ dw by dt. w എന്ന് പറഞ്ഞ വർക്ക് ആണല്ലോ, or can be written as dw divided by dt എന്ന് എഴുതാം. Okay, അപ്പൊ power is equal to rate of doing work. rate എന്ന് പറഞ്ഞാൽ d by dt of w, rate of doing work, അല്ലെങ്കിൽ w divided by t എന്ന് വെച്ചാൽ work divided by time. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതേണ്ടത് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു എഫ് ഡോട്ട് ഡി ആണ് വർക്ക് എന്ന് പറയുന്നത്. ഫോഴ്സ് എഫ് ഡോട്ട്, ഇറ്റ് ഈസ് ദ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ടൈം ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇസ് ഈക്വൽ ടു വെലോസിറ്റി. അപ്പോ എഫ് ഡോട്ട് ബി എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ബി. ഓക്കെ, അപ്പൊ ഇതിന്ന് തന്നെ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് പവർ ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ഡോട്ട് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പവർ എന്ന് പറയുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പവർ എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കണം? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് പവർ എന്ന് പറയുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കണം, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം അല്ലെങ്കിൽ എഫ് ഡോട്ട് ബി. വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ഇക്വേഷനും. പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് എങ്ങനെയാണ്? പവറിന്റെ യൂണിറ്റ് വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ് അല്ലെ. ജൂൾ ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം പവറിന്റെ യൂണിറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? വാട്ട് എന്ന് പറയാം. ഓക്കെ, വാട്ട് ആണ്, WATT വാട്ട് എന്ന് പറയും. ഓക്കെ, പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് വെച്ചൊന്ന് ഡിഫൈൻ ചെയ്യാം. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ് അല്ലെ. വാട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ജൂൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ഓക്കെ, അപ്പൊ 1 വാട്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും?
1 watt എന്ന് പറയുമ്പോൾ 1 ഇവിടെ 1 ജൂൾ ആവും 1 സെക്കൻഡ് ആവും. അപ്പൊ 1 വാട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് തന്നെയാണ് 1 വാട്ട് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ളതായിരിക്കണം? 1 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ 1 സെക്കൻഡ്. ഓക്കെ, 1 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ 1 സെക്കൻഡ് ആണെങ്കിൽ ആ പവറിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 1 വാട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് 1 വാട്ടിനെ ഡിഫൈൻ ചെയ്യാം. ഇനി പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിലോ വാട്ടിലും റെപ്രസെന്റ് ചെയ്യാം. കിലോ വാട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 1 കിലോ വാട്ട് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1000 വാട്ട് എന്ന് എഴുതാം. ഓക്കെ, 1 കിലോ വാട്ട് ഇസ് ഈക്വൽ ടു 1000 വാട്ട് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് യൂസ് ചെയ്യാറുള്ള പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹോഴ്സ് പവർ എന്ന് പറയും. 1 ഹോഴ്സ് പവർ എന്നൊക്കെ പറഞ്ഞു തരാം. പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് വരും. 1 HP എന്ന് പറഞ്ഞാൽ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട് ആണ്. 746 വാട്ട് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ട് ആണ്. 1 കിലോ വാട്ട് ഇസ് ഈക്വൽ ടു 1000 വാട്ട് ആണ്. ഈ കേസ് എല്ലാം ഓർത്തിരിക്കാം. അപ്പൊ പവർ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. അതിന്റെ 2 ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? 1 ഹോഴ്സ് പവർ എന്നുള്ളത് 746 വാട്ട് ആണ് എന്നുള്ള കേസ് എല്ലാം ഓർത്തിരിക്കുക. ഇനി നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു അല്ലെ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ, ഹാഫ് mv². ഇനി നമുക്ക് കൈനറ്റിക് എനർജിയെ മൊമെന്റത്തിന്റെ ടേംസിലും കൂടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. കൈനറ്റിക് എനർജിയെ മൊമെന്റത്തിന്റെ ടേംസിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, മാസ് ഇൻറ്റു ഈ v² നമുക്ക് v ഇൻറ്റു v എന്ന് എഴുതാം. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം എന്ന് പറയുന്നത് അല്ലെ, മൊമെന്റം p. മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ മൊമെന്റത്തിന്റെ ടേംസിൽ എഴുതണമെങ്കിൽ ഇവിടെ m ഇൻറ്റു v ഉണ്ട്, പിന്നെ ഒരു vയും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ ആ vക്കും ഒരു m കൊടുക്കണം അല്ലെ, മാസ് കൊടുക്കണം, എന്നാലേ അവിടെ p എന്ന് നമുക്ക് മൊമെന്റത്തിന്റെ ടേംസിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു m വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോ m വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡും ചെയ്യണം, വാല്യൂവിന് വേരിയേഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ. അപ്പൊ ഒരു m വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു, m വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ നോക്കിക്കേ, ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെന്റം ആണ്. ഇവിടെ വീണ്ടും മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെന്റം ആണ്, ഡിവൈഡഡ് ബൈ m അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? p² ഡിവൈഡഡ് ബൈ 2m എന്ന് എഴുതാം. ഓക്കെ, കൈനറ്റിക് എനർജിയും മൊമെന്റവും മാസും തമ്മിലുള്ള റിലേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² ഡിവൈഡഡ് ബൈ 2m. ഓക്കെ, പ്രോബ്ലം ചെയ്യാനായിട്ടൊക്കെ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കൈനറ്റിക് എനർജി, മൊമെന്റം, മാസ് ഇവ തമ്മിലുള്ള റിലേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² ഡിവൈഡഡ് ബൈ 2m. Okay, I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.